children, welcome to my channel LKLS Maths class. നമ്മൾ എക്സസൈസ് 5.2 15th സമ്മാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് 14th വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും അത് കാണുക. അപ്പോൾ നമ്മൾക്കിത് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം കേട്ടോ. ഫോർ വാട്ട് വാല്യൂ ഓഫ് n ആർ ദ nth ടേംസ് ഓഫ് 2 APs 63, 65, 67 കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് 3, 10, 17 അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഈക്വൽ എന്താ അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ വാട്ട് വാല്യൂ ഓഫ് n എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആർ ദ nth ടേംസ് ഓഫ് 2 APs, അതായത് ഇതൊരു AP ആണല്ലേ. ഈ 63 എന്താണ് 60, ഇത് AP1 ആയിട്ട് നമുക്ക് തന്നെ എടുക്കാം. ഓക്കെ, 63, 65, 67 ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത AP2 എന്ന് പറയുന്നതും എന്താണ് 3, 10, 17 ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിൽ ഏതോ ഒരു ടേം, എവിടെയോ വരുന്ന ഒരു ടേം തമ്മിൽ എന്താണ് ഈക്വലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഡിഫറെൻറ്റ് വാല്യൂസ് ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ഈ രണ്ട് APയിലും കൂടി എത്രാമത്തെയോ ഒരു ടേം എന്ത് ചെയ്യും, ഇപ്പോൾ ഇവിടെ ഒരു 12 ആണെങ്കിൽ ഇവിടെയും ഒരു 12 തന്നെയായിട്ട് വരുന്നുണ്ട്. അത് ഏതാണെന്ന് നമുക്ക് അറിയില്ല. സോ അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ അത് എത്രാമത്തെ ടേം ആണെന്നും കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതാണ് ഇവിടെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള nth ടേമിൻ്റെ ഫോമുല എല്ലാവർക്കും അറിയാലോ. ആ ഫോമുല നമുക്കൊന്ന് ആദ്യം എടുത്ത് എഴുതാം. എന്താണ് nth ടേം കാണാനായിട്ടുള്ള ഫോമുല? a + n - 1 × d. ഇതാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് APയിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ AP1 ഇതാണ് AP1 ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുള്ളതിൽ ആദ്യത്തെ AP1 ആണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് നമുക്ക് ഈ A എന്താണെന്ന് അറിയണം, പിന്നെ D ഒക്കെ എന്താണെന്നൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, A എടുത്തെഴുതാം അല്ലേ. ഈ ഇക്വേഷൻ പ്രകാരം നമുക്ക് Aയും Dയും ഒക്കെ വേണം. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് എഴുതാം കേട്ടോ. A എന്ന് പറയുന്നത് ആരായിരിക്കും? ഇതായിരിക്കും. ഇത് A, ഇത് A2, ഇത് A3, A4, A5 അങ്ങനെ കോമയിട്ട് പോകുന്നുണ്ട്. പിന്നെയോ ഇവിടെ അതുപോലെ തന്നെയാണ്. ഇത് A, A2, A3, A4 അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ലാസ്റ്റ് ഒരു ടേം, ആ പറഞ്ഞ ഏതോ ഒരു ടേമാണ് നമുക്ക് ഈക്വലായിട്ട് വരാൻ പോണ ഒരു നമ്പർ ഈക്വലായിട്ട് വരും. സോ അത് ഏതാണെന്നാണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഫസ്റ്റ് ടേമിലുള്ള A നമുക്ക് ആദ്യം എടുത്ത് എഴുതാം. A എത്രയാണ്? 63 ആണ്. ഇനി നമുക്ക് ഇതിൽ D വേണമല്ലോ. ഈ D കാണാനായിട്ട് നമുക്ക് അറിയാമല്ലോ എങ്ങനെയാണ് അത് കണ്ടെത്തേണ്ടതെന്ന്. കണ്ടോ, A2 - A1 ചെയ്താൽ മതി. A2 - A1. A2 എന്ന് പറയുന്ന ആരാണ്? രണ്ടാമത്തെ നമ്പറിനെയാണ് A2. സോ 65 -A1 എന്ന് പറയുന്നത് എന്താണ്? 63 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത്? 2 അല്ലേ. അപ്പോൾ നമുക്ക് D = എന്താണ്? 2 കിട്ടി. അപ്പോൾ നമുക്കിവിടെ Aയും ഉണ്ട്, പിന്നെ എന്തുകൊണ്ട് Dയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിനി ഫോർമുലയിലേക്ക് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. Aയുടെ സ്ഥാനത്ത് എത്ര എഴുതാം? 63 + n - 1 നമുക്കറിയില്ല. സോ അതങ്ങനെ തന്നെ ഇട്ടു. ദെൻ D എത്രയാണ്? 2 ആണ്. ഓക്കെ ആണല്ലോ. സോ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സെക്കൻഡ് APയിലേക്ക് നമുക്ക് കിടക്കാം കേട്ടോ. ഇത് ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. സോ സെക്കൻഡ് AP, ഇത് ഫസ്റ്റ് AP ആണ് കേട്ടോ. ഫസ്റ്റ് AP എന്നിവിടെ എഴുതിയേക്കാം. ഇനി ഇവിടെ എന്താ നമുക്ക് ചെയ്യാൻ പോകുന്നത്? സെക്കൻഡ് AP ആണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കിയേ 3 അവിടെയും ഈ പറഞ്ഞ നമുക്ക് nth ടേം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അവിടെയും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ nth നമുക്ക് ആദ്യം ഇതൊന്ന് എഴുതി വയ്ക്കാം. 3, 10, 17 ഇങ്ങനെ പോകും നമ്മുടെ AP. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ nth ടേമിൻ്റെ ഫോമുല എന്ത് തന്നെയാണ്? നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടല്ലേ. A + n - 1 × D ആണ്. അപ്പോൾ ഇതിനകത്തും A എന്ന് പറയുന്ന ആരാണ്? ഫസ്റ്റ് ടേം അല്ലേ. അപ്പോൾ നമുക്കതെടുത്ത് എഴുതി വയ്ക്കാം. A = എന്താണ്? 3 ആണ്. ദെൻ D കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? A2 - A1. അപ്പോൾ A2 - A1 എന്ന് പറയുമ്പോൾ A2 ആരാണ്? 10 ആണ്. സോ 10 - 3 = വാട്ട്? D എത്ര കിട്ടി? നമുക്ക് 7 കിട്ടി. ഓക്കെ ആണല്ലോ അത്. അപ്പോൾ നമുക്കിനി ഈ പറയുന്ന ഫോർമുലയിലേക്ക് ഇതിനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലേ. A നമുക്ക് എത്രയാണ്? = 3 ആണ്. A3 കിട്ടി + n - 1 × D എന്ന് പറയുന്നത് എന്താണ്? 7. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം എന്താണ് പറഞ്ഞേക്കുന്നത്? ഏതോ ഒരു 2 അല്ലേ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിയേ. ഫോർ വാട്ട് വാല്യൂ ഓഫ് n ആർ ദ nth ടേം ഓഫ് 2 APs. ഇത് തന്നിട്ടുണ്ട്. 2 APകൾ തന്നിട്ടുണ്ട്. ഈക്വൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ രണ്ടിനെയും കൂടെ ഈക്വലൈസ് ചെയ്ത് എഴുതിയാൽ പോരെ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് ഫസ്റ്റിൻ്റെ ഇതെടുത്ത് എഴുതുക അല്ലേ. ആദ്യത്തെ APയിലെ ഇതെഴുതുക. നമുക്ക് 63 +
n-1 × 2. അപ്പോൾ ഈക്വലാന്ന് പറഞ്ഞു കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ഇട്ടിട്ട് സെക്കൻഡ് APയിലേയും കൂടി എടുത്തെഴുതാം. n-1 × 7. ഓക്കെ ആണല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ വേരിയബിൾ പാർട്ട് മാത്രം അല്ലേ, ഇവിടെയും വേരിയബിൾ പാർട്ടുണ്ട്, ഇവിടെയും വേരിയബിൾ പാർട്ടുണ്ട്. അതായത് n-n × 2 എന്നുള്ളത് ഒരു പോർഷനാണ്, ഇവിടെ n-1 × 7 എന്ന് പറയുന്നത് മറ്റൊരു പാർട്ടല്ലേ. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, സി n-1 × 2 ഇത് ഇപ്പറേക്ക് വരുമ്പോൾ എന്താ, ഇവിടെ പ്ലസ് ആണ്. ഇവിടെ n-1ൻ്റെ മുന്നിൽ എന്താ കിടക്കുന്നത്, പ്ലസ് ആണ്. സോ ഈക്വൽ സൈൻ്റെ ഇപ്പറേക്ക് വരുമ്പോൾ അത് എന്തായി മാറി, മൈനസായി മാറി. ഓക്കെ ആണല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും, n-1 7. കണ്ടോ, ഇതിനെ നമ്മൾ ഇപ്പറേക്ക് എടുത്ത്, ഈക്വൽ സൈൻ്റെ ഇപ്പറേക്ക് എടുത്ത് ഇതെടുത്തു ഇവിടെ വെച്ചു, പിന്നെ ഇതിനെ നമ്മൾ ഇപ്പറേക്ക് കൊണ്ടുവന്നു. ഇനി ഈക്വൽ ഇട്ടിട്ട് നമുക്കിവിടെ കിടക്കുന്ന നമ്പർ അല്ലേ, ഇവിടെ ബാക്കി ആരാളുള്ള ഇതിനെ നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും പോർഷൻ നമ്മൾ എടുത്തു, ഇനി ഇവിടെ 3 ആണുള്ളത്. സോ 3നെ എടുത്ത് ഇവിടെ എഴുതുക. ഇനി ഇവിടെ ഒരാളും കൂടി കിടപ്പുണ്ടല്ലോ, 63. കണ്ടോ, അപ്പോൾ അതിനിപ്പറേക്ക് കൊണ്ടുവരണ്ടേ. അപ്പോൾ ഈ 63 ഈക്വൽ സൈൻ്റെ അപ്പുറേ പോകുമ്പോൾ എത്രയായി, -63 ആയി. കാരണം ഇത് +63 ആണ്, അത് -63 ആയി. ക്ലിയർ ആയല്ലോ. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇതിനെ ഒന്നുകൂടെ എടുത്തെഴുതാം അല്ലേ. n-1 × 2 -n-1 × 7 ഈക്വൽ ടു, ഇതിൽ നിന്ന് ഇത് റെഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര കിട്ടി, 60 കിട്ടി. ക്ലിയർ ആയില്ലേ. ഇനി നോക്കിയേ, നമുക്കിതൊന്ന് ചെയ്യാം. ഇതിൽ ഇവിടെയെന്ന് വെച്ചാൽ ഇത് നോക്കിയേ, രണ്ടും ഒരുപോലെയാണല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണത്തിന് നമുക്ക് എടുക്കാം. n-1 പിന്നെ ഇത് എന്ത് ചെയ്യുക, ഇവിടെ 2 - 7. ക്ലിയർ ആയല്ലോ. കണ്ടോ, ഇത് n-1 രണ്ടിലും ഒരുപോലെ വന്നാൽ അതിൽ നിന്ന് ഒരു n-1 നമ്മളിവിടെ എടുത്തു. ബാക്കി എന്താ ഇവിടെ കിടക്കുന്നത്, കണ്ടോ, ഇവിടെ ഒരു 2 ഉണ്ട്, മൈനസ് ഉണ്ട്, 7 ഉണ്ട്. സോ അതിനെ അടുത്ത ബ്രാക്കറ്റിലേക്ക് നമുക്ക് ആക്കാം. ഈക്വൽ ടു സോറി കേട്ടോ, ഇവിടെ 3 നിന്നാണ് നമ്മൾ 63 റെഡ്യൂസ് ചെയ്തത്. അപ്പോൾ 63ൻ്റെ മുന്നിൽ ആരാ ഉള്ളത്, മൈനസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം, മൈനസ് സൈൻ കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ വലിയ നമ്പറിൻ്റെ മുന്നിൽ കിടക്കുന്ന ഇതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, -60 എഴുതാം. ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് ഇത് നോക്കിയേ, ഈ n-1 ഉം 2 - 7 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുക, 5 കിട്ടും. ഓക്കെ, അപ്പോൾ 5 എന്ത് 5 ആയിരിക്കും കിട്ടുന്നത്, കണ്ടോ, 2 - 7. അപ്പോൾ 7 ആണ് ഇവിടെ കിടക്കുന്നത്, 7ൻ്റെ മുന്നിൽ മൈനസ് വന്നു. സോ ആ മൈനസാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി എന്താ ഉള്ളത്, n-1 × -5 ആണ്. ഇവിടെയും എന്താണ്, -60 എടുത്ത് എഴുതുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ -5നെ നമുക്ക് ഇപ്പറേക്ക് കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, n-1 ഈക്വൽ ടു ഈ -60 ബൈ ഇത് എന്താ n-1 × -5 ആണ്. സോ ആ ഇൻറ്റു ആയതുകൊണ്ട് ഇത് ഇപ്പറേക്ക് വരുമ്പോൾ എന്തായി, ഡിവിഷനായി മാറും. സോ ഇവിടെ -5 എന്ന് കൊടുക്കുക. കണ്ടോ, ഈ 5 ഇതിൽ പോകില്ലേ, എത്ര ടൈംസ് പോവും, 12 ടൈംസ്. ഇതിൽ ഈ നെഗറ്റീവും കട്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ പോകുമ്പോൾ എത്രയായി, 12 ആയി. ഓക്കെ, സോ n-1 ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത്, 12 ആണ്. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇങ്ങോട്ട് എടുത്ത് എഴുതാം കേട്ടോ. നമുക്ക് ഈ വണ്ണിനെ നമുക്ക് ഈക്വൽ സൈൻ്റെ അപ്പുറേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് 12 ആണല്ലോ. ഇവിടെ n-1 ഇവിടെ ഒന്നുകൂടി എഴുതാം. n-1 ഈക്വൽ ടു 12 എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ n ഈക്വൽ ടു ഈ 12നെ എടുത്ത് എഴുതണം. ഈ -1 അപ്പുറേക്ക് പോകുമ്പോൾ എന്തായി, +1 ആയി. ദെർഫോർ n ഈക്വൽ ടു വാട്ട്, 13. ഓക്കെ ആണല്ലോ. സോ നമ്മുടെ എന്നിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചല്ലേ. അപ്പോൾ ഈ ഒരു നമ്പറാണ് എന്തെന്ന് രണ്ടിലും ഈക്വലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ nth ടേം വാല്യൂ ഓഫ് n എന്താണ്, അതാണ് 13. ഈ 13 എന്നുള്ളൊരു വാല്യൂ ആയിരിക്കും വരിക. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിയേ, കണ്ട, ഫോർ വാട്ട് വാല്യൂ ഓഫ് n the nth term of 2 AP 63, 65, 67 and 310 എന്താ 17 ഈക്വൽ എന്ന് ചോദിച്ചു. സോ നമ്മളത് എന്താ കണ്ടെത്തിയത്, n ഈക്വൽ ടു എന്താണ് 13 എന്നാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പം നമുക്ക് എന്താ എഴുതാൻ താഴെ, 13, അതായത് ഹെൻസ് ഫോർ n. ഇപ്പം എഴുതാൻ സ്ഥലമില്ല, ഇങ്ങനെ എഴുതിയാൽ കേട്ടോ. എന്താ ഹെൻസ് ഏറ്റവും ലാസ്റ്റ് എഴുതേണ്ടതാണ് കേട്ടോ. hence for n equal to 13, the n ആണ്. hence for n equal to 13, the nth term of the AP is, the nth term of the APs എന്ത് എഴുതണം, are equal. ക്ലിയർ ആയല്ലോ ആൻസർ നന്നായിട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഇനി 16th സമ്മാണ് കേട്ടോ. എക്സസൈസ് 5.2ലെ 16th സമ്മാണ്. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സി ഡിറ്റർമിൻ ദ എ പി ഹൂസ് തേർഡ് ടേം ഈസ് 16. അതായത് തേർഡ് ടേം 16 ആണ് തന്നിട്ടുണ്ട്. ആൻഡ് സെവൻത്ത് ടേം എക്സീഡ്സ് ഫിഫ്ത്ത് ടേം ബൈ 12 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സെവൻത്ത് ടേം എങ്ങനെയാണ് എക്സീഡ്സ് ഫിഫ്ത്ത് ടേം, ഫിഫ്ത്ത് ടേമിൻ്റെ കൂടെ ഒരു 12 കൂടി വരുന്നതാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ട് സെവൻത്ത് ടേം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കിതൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്നത് ആദ്യം എന്താ തന്നിരിക്കില്ലേ, തേർഡ് ടേം എ പി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ആൻസറിൽ അത് തന്നെ എടുത്തെഴുതാം അല്ലേ. എന്താ കൊടുത്തത്, തേർഡ് ടേം. സോ തേർഡ് ടേം എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്, 16. അപ്പോൾ നമുക്ക് nth ടേമിൻ്റെ ഫോമുല മുന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഫോമുല എന്തെന്നാണ്, a+n-1 × d = a എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചതല്ലേ. നമ്മളിതിന് മുന്നിൽ എഴുതും a = a+n-1 × d എന്നായിരിക്കും നമ്മൾ എഴുതുക. അപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പ്രകാരം നമ്മൾ എന്താ ചെയ്യേണ്ടത്, 16th ടേം ആണല്ലോ. സോ 16th ടേം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിൽ വരുന്നത് ഇതാണ് നമ്മുടെ n എന്ന് പറയുക, കറക്റ്റ് അല്ലേ. അപ്പോൾ ഇത് ഈ തേർഡ് ടേം എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ n എന്ന് പറയുന്നത്. ഇതതിൻ്റെ തേർഡ് ടേം ഏതാണോ അതാണത്, അതിൻ്റെ നമ്പറാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ a+n-1 എന്ന് പറയുമ്പോൾ n എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ 3 ആണ്. സോ 3 - 1 × d = ഇതാണ് എന്തെന്ന് പറയുന്നത്, an എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 16 കൊടുക്കാം. മനസ്സിലായില്ലേ, നമ്മുടെ ഇക്വേഷൻ ഇതാണ്, a+n-1 × d = an എന്നാണ്. സോ തേർഡ് ടേം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ തേർഡ് ടേമിൽ വരുന്നതാണ് എന്തെന്ന്, ഈ പറയുന്ന an എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് an-ൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതണം, 16 എഴുതണം. ഈ n എന്ന് പറയുന്നത് എന്താണ്, ഇത്. അതായത് ഇപ്പോൾ an എന്ന് നമ്മൾ പറഞ്ഞാൽ അത് പ്രകാരം നമുക്കിപ്പോൾ ഇവിടെ തേർഡ് ടേമാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതും, a3 എന്നായിരിക്കും എഴുതുന്നത്. ഈ a3 എന്ന് പറയുന്ന നമ്പർ എത്രയാണ്, 16 ആണ്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ. അപ്പോൾ an എന്ന് പറയുന്നത് ഈ n ഇങ്ങനെ മാറി മാറി വരുമല്ലോ. അതായത് ഒരു ടേമിൽ 2, 4, 6, 8 കണ്ട ഇതാണ് a1, ഇത് a2, ഇത് a3, ഇത് a4. അപ്പോൾ അതുകൊണ്ടാണ് n ഇവിടെ പറയുന്നത്. n എന്ന് പറയുമ്പോൾ എന്താ, ഈ നമ്പേഴ്സ് മാറി മാറി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എടുത്തത് a+n-1 × d = an. അവിടെ a+n-ൻ്റെ സ്ഥാനത്ത് ആരെ കൊടുത്തേ, തേർഡ് ടേം ആയിട്ടുള്ള 3 - 1 d = 16. ക്ലിയർ ആയല്ലോ അത്. അപ്പം നമുക്ക് എന്ത് കിട്ടും, a+3 - 1 എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക, 2 × d 2d = 16. ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കുക. സെവൻത്ത് ടേം എക്സീഡ്സ് ഫിഫ്ത്ത് ടേം ബൈ 12 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെവൻത്ത് ടേമിനെ എടുത്തെഴുതുക. അതെങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഈ സെവൻത്ത് ടേം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഫിഫ്ത്ത് ടേം അല്ലേ എക്സീഡ്സ്, ഷോർട്ടായിട്ട് എഴുതാണ് കേട്ടോ, ബൈ 12 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും, സെവൻത്ത് ടേമിനെ നമ്മൾ ആദ്യം എങ്ങനെയായിരിക്കും എഴുതുന്നത്, a+7 - 1 × d എന്ന് എഴുതും. അങ്ങനെയാണെങ്കിൽ ഫിഫ്ത്ത് ടേമിനെ എങ്ങനെ എഴുതാം, നമുക്ക് a+5 - 1 × d എന്ന് എഴുതാം. പിന്നെ എക്സീഡ്സ് ബൈ 12 എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ചെയ്യണം, +12. കണ്ടോ, ഇതെന്താണ് ഫോർമുല, നമ്മൾ മുകളിൽ ഇത് എഴുതിയില്ലേ, a+n-1 × d = an. അത് തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്തിരിക്കുന്നത്. രണ്ടാമതിന് വീണ്ടും എഴുതണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നേരിട്ട് അങ്ങ് എഴുതിയത്. കണ്ടോ, a+n എന്ന് പറയുന്ന ആൾ ആരാണ്, ഈ സെവൻത്താണ്. അപ്പോൾ +1 × d. ഇവിടെയോ a+5 ഫിഫ്ത്ത് ടേം, അതാണ് n. സോ 5 - 1 × d. ഓക്കെ, അപ്പോൾ ഈ ഈക്വേഷനിലാണ് ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇവിടെ എഴുതിയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് എന്തെഴുതാം, a+7 - 1 എന്ന് പറയുന്നത് എത്രയാണ്, 60 = അതുപോലെ തന്നെ ഇവിടെയും a+5 - 1 എന്ന് പറയുന്നത് എത്രയാണ്, 4d + 12. ക്ലിയർ ആയല്ലോ ഇത്രയും ഭാഗം. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കിയേ, ഇവിടെ ഈക്വലിൻ്റെ അപ്പുറം ചെയ്യേണ്ട ഇവിടെയും ഉണ്ട്. സോ ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞൂടെ. ഇനി നോക്കിയേ, ഇവിടെ 60യും ഇവിടെ 4dയുമാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ നോക്കാം. 6d എടുത്തെഴുതി, ഈ 4d ഈക്വലിൻ്റെ ഇപ്പുറേക്ക് വരുമ്പോൾ എന്തായി, -4d. ഇനി ബാക്കി നമുക്കിവിടെ എന്താണ്, നമ്മൾ ഇതെടുത്തു, ഇത് കട്ടായി പോയി. ബാക്കി കിടക്കുന്ന എന്താണ്, 12 മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യാം അല്ലേ. 6 - 4 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നമുക്ക്, 2d = 12. therefore d = what, 12/2 = 6. അപ്പോൾ നമുക്ക് ഡിയുടെ വാല്യൂ കിട്ടിയല്ലോ. കണ്ടോ, d = എന്താണ് നമുക്ക് കിട്ടിയത്, 6 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ
ഈ ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എളുപ്പത്തിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് കൊടുക്കുക. അതായത് നമുക്കിവിടെ ഒരു ഇക്വേഷൻ 1 ഉണ്ട്, ഇതാണ് നമ്മുടെ എന്തെന്നാണ് ഇക്വേഷൻ 2 എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് നമ്മളിപ്പോൾ ഡിഫറൻസ് ഒക്കെ കണ്ടെത്തിയത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിയുടെ വാല്യൂ കൊണ്ടുപോയിട്ട്, ഈ കിട്ടുന്ന ഡിയുടെ വാല്യൂ കൊണ്ടുപോയിട്ട് നമ്മുടെ ഇക്വേഷൻ 1 അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ചെയ്യാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1 എന്ന് പറയുന്നത്. ഏതാണ്, ഇവിടെ എഴുതാം കേട്ടോ. എ പ്ലസ് 2d ഈക്വൽ ടു ആണ് 16 എന്ന് പറയുന്നത്. അപ്പോൾ ഡിയുടെ വാല്യൂ നമുക്കിവിടെ കിട്ടിയല്ലോ, കണ്ടോ, ഡിയുടെ വാല്യൂ നമുക്കിവിടെ കിട്ടി 6 എന്ന്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, എ പ്ലസ് 2 ഇൻറ്റു ഡിയുടെ സ്ഥാനത്ത് 6 കൊടുക്കാം, ഈക്വൽ ടു എന്ത് വരും, 16 കിട്ടും. ഇനിയോ എ പ്ലസ് ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്താൽ എത്ര കിട്ടുന്ന 12 ഈക്വൽ ടു 16. ഇനി എ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഈ 12നെ നമുക്ക് അപ്പുറേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഈ 16 എഴുതി ഇതിന് ഇപ്പുറേക്ക് പോകുമ്പോൾ എന്തായി, -12 ആയി. അപ്പോൾ എയുടെ വാല്യൂ എന്താ നമുക്ക് കിട്ടുന്നത്, 4 ആണ്. കണ്ടോ, അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ കിട്ടി, എന്ത് കിട്ടി, 4 കിട്ടി. അതായത് ഫസ്റ്റ് ടേം എന്തായിരിക്കും എന്നാൽ നമുക്ക് മനസ്സിലായത്, എ എന്ന് പറയുന്നത് ആരാണ്, ഫസ്റ്റ് ടേമാണ് അല്ലേ. അപ്പം നമുക്കിവിടെ എന്തൊക്കെ കിട്ടിയെന്ന് ഇവിടെ നോക്കിക്കേ. ഫസ്റ്റ് ടേം, ഈ എ എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ടേമാണ്. ഈ ഡിഫറൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ എയും നമ്മൾ കണ്ടെത്തി, ഡിഫറൻസും കണ്ടെത്തി. അപ്പോൾ ഇത് രണ്ടും കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, ഡിറ്റർമിൻ ദ എ പീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിറ്റർമിൻ ദ എ പീസ് ഹൂസ് തേർഡ് ടേം ഈസ് 16 സെവൻത്ത് ടേം എക്സീഡ്സ് ഫിഫ്ത്ത് ടേം ബൈ 12 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു എ പി നമുക്കൊന്ന് ഫോം ചെയ്തെടുക്കണം. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം, നമ്മുടെ കയ്യിൽ ആരൊക്കെയുണ്ട്, ഫസ്റ്റ് ടേം ആയിട്ടുള്ള എ ഉണ്ട്, അത് 4 ആണ്. പിന്നെ നമുക്ക് ഡിഫറൻസും ഉണ്ട്. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റ് എന്ത് ഫോം ചെയ്യാൻ പറ്റും, ഈ എ പി ഒന്ന് എഴുതാൻ പറ്റില്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ എടുത്ത് എഴുതാം കേട്ടോ. നമുക്ക് കിട്ടിയത് എ ഈക്വൽ ടു എത്രയാണ്, 4 കിട്ടി. ഡി ഈക്വൽ ടു എത്രയാണ്, 6 കിട്ടി. അപ്പോൾ നമുക്ക് ആ എ പി കൺസ്ട്രക്ട് ചെയ്യാം. എ പി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം 4 ആണ്. ഈ 4ൻ്റെ കൂടെ ഡിഫറൻസ് ആയിട്ടുള്ള 6 നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ സെക്കൻഡ് ടേം കാണാനായിട്ട് നമുക്ക് എന്താണ്, 4 പ്ലസ് 6 ഈക്വൽ ടു എന്ത് കിട്ടും, 10 കിട്ടും. അപ്പോൾ സെക്കൻഡ് ടേം എന്താ, നമുക്കിവിടെ കിട്ടിയ 10 ആണ്. അപ്പോൾ സെക്കൻഡ് ടേം കിട്ടി. ഇനി തേർഡ് ടേം കാണാൻ വീണ്ടും എന്ത് ചെയ്താൽ മതി, ഈ 10ൻ്റെ കൂടെ 6 ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ എത്ര കിട്ടും, 16 കിട്ടും. ഇനിയോ 16ൻ്റെ കൂടെ വീണ്ടും എന്ത് ആഡ് ചെയ്യണം, ഈ പറഞ്ഞ എന്താ 16ൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് എന്താണ്, ഡിഫറൻസ് ആയിട്ടുള്ള നമ്മുടെ ഡിഫറൻസ് എത്രയാണ്, 6 അല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 16ൻ്റെ കൂടെ വീണ്ടും എന്ത് ചെയ്യുക, ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ 6 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത് നമുക്ക്, ഇതിപ്പോൾ 4 എഴുതി, 4ൻ്റെ കൂടെ 6 ആഡ് ചെയ്ത് 10 എഴുതി, 10ൻ്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 16 കിട്ടി. ഇനി നമുക്ക് എന്ത് കിട്ടും, 16 + 6 എന്ന് പറയുമ്പോൾ 6 + 12 ബാലൻസ് 1 എത്ര കിട്ടും, 22 കിട്ടും. സോ 22 കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, എ പി നമുക്ക് ഫോം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മളിവിടെ കണ്ടെത്തി, നമ്മൾ എയും ഡിയും കണ്ടെത്തി. സോ ഫസ്റ്റ് ടേം എ ആയിരുന്നു, ആ എയുടെ കൂടെ 6 ആഡ് 4, എ എന്ന് പറയുന്ന 4 ആയിരുന്നു, അതിൻ്റെ കൂടെ 6 ആഡ് ചെയ്ത് 10 ആയി, ദെൻ 16 ആയി, 22 ആയി, ഇങ്ങനെ നമ്മുടെ എ പി പോകും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് നോക്കിക്കോട്ടോ. ഡിറ്റർമിൻ ദ എ പീസ് ഹൂസ് തേർഡ് ടേം ഈസ് 16 എന്നാണ് പറഞ്ഞത്. നോക്കിയേ, നമ്മളിത് ചെയ്ത് വന്നപ്പോഴും നമ്മൾക്ക് ആ 16 തന്നെയല്ലേ കിട്ടിയത് തേർഡ് ടേം. ഇതാണ് A1, ഇതാണ് A2, ഇതാണ് A3 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ, തേർഡ് നമ്പർ. ഓക്കെ, അപ്പോൾ തേർഡ് നമ്പർ 16 തന്നെയാണ്. ഇനിയും ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ഇത് ചെയ്തു വരുമ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. സെവൻത്ത് ടേം എക്സീഡ്സ് ഫിഫ്ത്ത് ടേം ബൈ 12 തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ. ഇപ്പോൾ നമ്മളിവിടെ ഇത്രയും ടേംസ് എഴുതേണ്ട ആവശ്യമേ ഉള്ളൂ. 4, 10, 16, 12 ഒക്കെ ഉണ്ടോ, 4 ടേം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇനിയും പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് നമ്മുടെ പ്രോബ്ലം നിർത്താം. ഓക്കെ, അതായത് നമുക്ക് ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്കൊന്നുകൂടി പറയാം കേട്ടോ. അപ്പോൾ എന്താണ് ഒന്നുകൂടി പറയുകയാണ്, 4, 10, 16, 22. പിന്നെ നമുക്ക് എന്തായിരിക്കും, 28ൻ്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പോൾ 28 കിട്ടും. 28ൻ്റെ കൂടെ വീണ്ടും ആഡ് ചെയ്താൽ എത്ര കിട്ടും, 6 കിട്ടുന്ന 6ൻ്റെ കൂടെ ആഡ് ചെയ്താൽ എത്രയായിരിക്കും, 34. 34ൻ്റെ കൂടെ വീണ്ടും ആഡ് ചെയ്താൽ എത്രയാണ്, 40 വരും. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഇതെന്താണ്, ഫസ്റ്റ് അല്ലേ. ഇത് A1, A2, A3, ദെൻ ഇത് A4, A5,
ഇതെന്താണ് A6, ഇത് A7. നമുക്ക് നോക്കാം. ഈ 5th ടേം എന്ന് പറയുന്നത് എത്രയാണ്? അതായത് 28 ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, കണ്ടോ, 7th ടേം എക്സീഡ്സ് 5th ടേം ബൈ 12 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 7th ടേം നോക്കിയേ, ഇത് നമ്മുടെ 5th ടേം ആണ് കേട്ടോ. 5th ടേം എത്രയാണ്? 28 ആണ്. നമ്മുടെ 7th ടേം എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 40 ആണ്. ഒന്ന് നോക്കിക്കേ, ഇതിൻ്റെ എക്സീഡ്സ്, ഈ 5th ടേം എക്സീഡ്സ് 7th ടേം എക്സീഡ്സ്, എന്താ പറഞ്ഞേക്കാം, ഒരു മിനിറ്റ്, 7th ടേം എക്സീഡ്സ് 5th ടേം ബൈ 12 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7th ടേം എക്സീഡ്സ് 5th ടേം ബൈ 12 എന്ന്. അപ്പോൾ 5th ടേം കിട്ടിയിരിക്കുന്നത് നമുക്ക് 28 ആണ്. ഇതിൻ്റെ കൂടെ നിന്ന് 12 ആഡ് ചെയ്ത് നോക്കി, ഈ 40 കിട്ടുമെന്ന്. ഇതാ 8 + 2 എത്രയാ? 10, ബാലൻസ് 1 അല്ലേ? അതേ 40 കണ്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ആൻസർ കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ വരെ ചെയ്താൽ മതി. ഇതൊന്ന് ഞാൻ വെരിഫൈ ചെയ്ത് ചെക്ക് ചെയ്തൊന്ന് കാണിച്ചു തന്നു മാത്രം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ? ഓക്കെ, താങ്ക് യു.